ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളെല്ലാം ജനിച്ചു വളർന്ന വീട്. നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമുണ്ടായത് ഇവിടെയാണ്. ഇതൊക്കെ ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പറ്റുമോ? ഇവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ണുനീരാ അവർക്ക് കാണേണ്ടത്. ഇവിടെ നമ്മൾ തോറ്റുപോയത്. ഇതിനേക്കാളും മോശമായൊരവസ്ഥ വന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുമെന്ന് അവരറിയണം. ഒരുമിച്ച് നിന്ന് തന്നെ ഈ ചതിക്ക് തിരിച്ചടി കൊടുക്കണം. സന്ധ്യച്ചി ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാ സന്ധ്യച്ചി. നന്ദേട്ടന്റെ അവസ്ഥയിൽ തണലാവാനും ആശ്വാസമാവാനും സന്ധ്യച്ചിക്ക് കഴിയൂ. അത് മറക്കരുത്. നന്ദേട്ടാ, എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ കൂടെ. അങ്ങനെ എന്റെ പ്രതികാരം പൂർത്തിയായി. നാളെ രാവിലെ അച്ഛന്റെ ചിതാഭസ്മം പുഴയിൽ ഞാൻ നിമഞ്ജനം ചെയ്യും. ഈ മകള് ജയിച്ചത് കണ്ട് അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. രാവിലത്തെ ചടങ്ങുകൾക്കുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു തിരിച്ചടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്റെ അച്ഛന്റെ ജീവന്റെ വിലയാ നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ. അതെല്ലാം എന്റേതായി മാറ്റിയ ദിവസം. എന്റെ അച്ഛനിപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ സേതുമാധവന്റെ കണ്ണീര് കൊണ്ട് ഞാൻ എന്റെ അച്ഛന്റെ പാദം കഴിയിച്ചേനെ. മോള് വിഷമിക്കണ്ട, അച്ഛന്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അമ്മാവൻ പറഞ്ഞാൽ ശരിയാ. ഊണിലും ഉറക്കത്തിലും എന്റെ അച്ഛന്റെ ആത്മാവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ദാ ഇവിടെ ഉണ്ട്, നമുക്കൊപ്പമുണ്ട്. നെല്ലിശ്ശേരിയുടെ പേരും പെരുമയും ഇനി എന്റെ കാൽ കീഴിൽ. ചവിട്ടി അരയ്ക്കും ഞാൻ. അച്ഛാ, എത്ര നേരം ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? എന്തെങ്കിലും കഴിക്കണ്ടേ? കുറച്ച് വിഷം കിട്ടിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല അച്ഛാ. വന്നതൊക്കെ വന്നു. ഇനി നമ്മള് നിയമപരമായിട്ട് അതിനെ നേരിട്ടേ പറ്റൂ. അല്ലാതെ ഇങ്ങനെ തളർന്നിരുന്നാ നമ്മൾ താഴെ വീണ് പോകത്തേ ഉള്ളൂ. അച്ഛൻ വാ, എല്ലാവരും അച്ഛനെ കാത്തിരിക്കുക. പറ്റുന്നില്ല മോളെ, മനസ്സ് നേരെ നിൽക്കുന്നില്ല. അച്ഛനാണ് ഈ വീടിന്റെ നെടുംതൂണ്. അച്ഛൻ തളർന്നു പോയാ എല്ലാവരും തളർന്നു പോവും. അവർക്ക് എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കണ്ട. നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്യും. ഇതെല്ലാം തിരിച്ചു പിടിക്കും. ഞാനല്ലേ പറയുന്ന ആ അച്ഛൻ.
നമുക്കൊരു ചതി പറ്റി. അതുകൊണ്ടുണ്ടായ നഷ്ടം വളരെ വലുതാ. എന്ന് കരുതി നഷ്ടപ്പെട്ടതോർത്ത് എല്ലാ കാലവും തളർന്നിരിക്കാൻ പറ്റില്ലല്ലോ. ഉയർത്തെഴുന്നേറ്റല്ലേ പറ്റൂ. അതിന് നമ്മൾ പരസ്പരം താങ്ങും തണലും ആവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും അച്ഛന്റെ കൂടെയില്ലേ? ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കാൻ നമുക്ക് യോഗം ഉണ്ടായിരിക്കും. അങ്ങനെ കരുതിയാൽ മതി അച്ഛാ. നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയ നമ്മളെല്ലാവരും ഇങ്ങോട്ട് പോകും. നമ്മുടെ വീടിന്റെ പുറത്തും ജീവിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സന്ദീപേ. ഇത് ഈ വീട്ടിലെ നമ്മുടെ അവസാനത്തെ അത്താഴമായിരിക്കും. അച്ഛാ, നിങ്ങളെല്ലാം ജനിച്ചു വളർന്ന വീട്. നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമുണ്ടായത് ഇവിടെയാണ്. ഇതൊക്കെ ഉപേക്ഷിക്കാൻ എല്ലാവർക്കും പറ്റൂ. വേറെ വഴിയില്ലല്ലോ അച്ഛാ. ഞാനൊരു കാര്യം പറയട്ടെ.